മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത നവവധു ഷഹാന മുംതാസിന്റെ മൃതദേഹം കബറടക്കി. പഴയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിലാണ് കബറടക്കം നടന്നത്. സ്വാലിഹ് ഉണ്ട് നമ്മളോടൊപ്പം. സ്വാലിഹ്, ഭർത്താവ് അബ്ദുൽ വാഹിദിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ ബന്ധുക്കൾ ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. ഇത്തരത്തിലൊരു നിറത്തിന്റെ പേരിൽ അവഹേളനം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഗൗരവം ഈ സമൂഹത്തിൽ വളരെ വലുതാണ്. അപ്പോൾ ഇന്നാണ് പോലീസിൽ പരാതി നൽകുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി, ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് ഷഹാന മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യ മാനസിക പീഡനം മൂലമാണെന്ന് അപ്പോൾ തന്നെ കുടുംബം ആരോപണമുയർത്തിയിരുന്നു. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത്. നിറം കുറവാണെന്ന് പറഞ്ഞ് ബന്ധുക്കളും കുറ്റപ്പെടുത്തിയിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചു. ഭർത്താവ് മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് ആരോപണമുയർന്നത്. ഇന്ന് ഇക്കാര്യത്തിൽ കൊണ്ടോട്ടി പോലീസിൽ ഈ കുടുംബം പരാതി നൽകും. ഭർത്താവ് അബ്ദുൽ വാഹിദ് നിലവിൽ വിദേശത്താണുള്ളത്. ഇന്നലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 മെയ് 27-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഷഹാനയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായത്. ഇന്ന് രാവിലെ കൊണ്ടോട്ടി വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം കബറടക്കുകയും ചെയ്തു. സ്വാലിഹ്, പ്രതിയേർക്കപ്പെട്ട ഭർത്താവിനെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമല്ലോ. ഈ ഒരു പരാതി ലഭിച്ച ഉടനെ അത്തരത്തിലുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമല്ലോ, അല്ലേ? കേസെടുത്തതിന് ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ കടക്കുക. ഇന്ന് ഏതാണ്ട് ഈ കബറടക്കിയതിനു ശേഷം പരാതി നൽകുമെന്നാണ് കുടുംബങ്ങൾ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഏതാണ്ട് ഉച്ചയോടെ തന്നെ പോലീസിൽ പരാതി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്നായിരിക്കും പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിലേക്ക് കടക്കുക. ഓക്കെ, വ്യക്തമാണ് സ്വാലിഹ്. ഷഹാനയുടെ ബന്ധുക്കൾ ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.